ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 27-ന് നടുവട്ടം VHSSൽ സൽക്കർമ്മ സൽക്കാരം നടത്തും. പള്ളിപ്പാട് നടുവട്ടം സ്വദേശിനിയായ 16-കാരിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താനാണ് സൽക്കർമ്മ സൽക്കാരം നടത്തുന്നത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 27-ന് സൽക്കർമ്മ സൽക്കാരം നടത്തും. നടുവട്ടം VHSS സ്കൂളിലാണ് സൽക്കർമ്മ സൽക്കാര ചടങ്ങ് നടത്തുന്നത്. ഞങ്ങൾ പ്രഭാകരൻ സാറിന്റെ വീട്ടിലാണ്. ഈ പ്രഭാകരൻ സാർ എന്ന് പറയുമ്പോൾ MCom വിദ്യാഭ്യാസം BEd ഉള്ള ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. കഥ പോലെ തന്നെ പറയണം, ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ഇത് ഇപ്പോൾ താമസിക്കുന്നത് വേലഞ്ചിറയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം എൻ്റെയൊക്കെ അടുത്ത്, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും അടുത്ത്. ഞങ്ങൾ പള്ളിപ്പാട്ടുകാരാണ്. മുട്ടം പള്ളിപ്പാട് നടുവട്ടം സ്വദേശികളാണ് നിൽക്കുന്നത്. നടുവട്ടം സ്വദേശിയാണ്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം 15 വർഷമായി ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ച് ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ച് ജീവിക്കുകയാണ്. ഏക മകളാണ് അദ്ദേഹം. ഇവിടെ വരുന്നതിന് മുമ്പ് പള്ളിപ്പാട് നടുവട്ടത്ത് ഒത്തിരി വിദ്യാർത്ഥികളെ ട്യൂട്ടോറിയൽ രംഗത്ത് നിന്നുകൊണ്ട് സംസ്കൃതി, അക്ഷയ ആ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ച് നടുവട്ടത്തൊക്കെ ഒത്തിരി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അങ്ങനെ ഒരു നല്ല അധ്യാപകനാണ്. സർക്കാർ ഉദ്യോഗമില്ലെന്നേ ഉള്ളൂ, നല്ല അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഏക മകളാണ് പാർവതി. അദ്ദേഹം NRPMലാണ് ഇപ്പോൾ +1 +2 പഠിക്കുന്നത്. സെൻറ് മേരീസിൽ പഠിച്ചു. വേലഞ്ചിറയുള്ള മറ്റ് LP സ്കൂളിൽ പഠിച്ചു. മറ്റ് അസുഖങ്ങളൊന്നുമില്ല, ഷുഗറില്ല, BP ഒന്നുമില്ല. ഒരു കിഡ്നി വൃക്ക തകരാറിലാവത്തക്ക വിധത്തിലുള്ള, നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വിധത്തിലുള്ള ഒരു രോഗവും പാർവതിക്ക് ഇല്ല. മെഡിക്കലായിട്ട് എല്ലാ A+ഓടുകൂടി 10ാം ക്ലാസ്സിൽ പാസ്സായി. പക്ഷേ എന്തോ നിർഭാഗ്യം, ഈ കുടുംബത്തെ, ഈ മകളുടെ 2 വൃക്കയും തകരാറിലായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മോൾക്ക് 17 വയസ്സേ ഉള്ളൂ. ഡയാലിസിസ് ചെയ്ത് ഒത്തിരി കാലം ജീവിക്കാൻ പറ്റുകയില്ല. കിഡ്നി മാറ്റിവെക്കണം. വൃക്ക കണ്ടെത്തി. ഈ 31-ാം തീയതി അതിന് ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. എന്നാൽ 31-ാം തീയതി ഡേറ്റ് തന്നപ്പോൾ അവർക്ക് നൽകുവാനുള്ള പണമൊന്നും അവരുടെ കയ്യിലില്ല. അവർക്ക് മറ്റു വരുമാനങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏകദേശം 8 ലക്ഷം രൂപ കളക്ട് ചെയ്തു. സുമനസുകളൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് 10-30 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിക്കത്തില്ല. ഈ മകളുടെ സർജറി നടന്നേ പറ്റൂ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ പ്രഭാകരൻ സാർ എന്നോട് പറഞ്ഞു, തൻ്റെ മകള് പറഞ്ഞു, അച്ഛാ, പണമില്ലെങ്കിൽ എൻ്റെ സർജറി വേണ്ട, നടത്തണ്ട. ആ ഒരു വലിയ ദുഃഖത്തിലാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ 27-ാം തീയതി നടുവട്ട സ്കൂളിന് സമീപം ഒരു സൽക്കാരം വിൽക്കുകയാണ്. തീർച്ചയായിട്ടും പാർവതിയെ നമുക്ക് സഹായിക്കണം. നമ്മുടെ മക്കളെ പോലെ തന്നെ ഈ തുടർ ജീവിതത്തിലേക്ക് ഈ പാർവതിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ 27-ാം തീയതി ഞായറാഴ്ച നടത്തുന്ന സൽക്കാരം നമുക്കൊരു വൻ വിജയമാകണം. ഈ അമ്മയുടെ കരച്ചിൽ മാറ്റുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ മനുഷ്യനാകണം. ജൂലൈ 27-ാം തീയതി നടുവട്ടം ഹൈസ്കൂളിൽ നമ്മുടെ ഈ ഗ്രാമത്തിലെ പ്രഭാകരൻ സാറിന്റെ ഏക മകൾ ശ്രീ പാർവതി 2 വൃക്കയും നഷ്ടപ്പെട്ടതാണ്. ആ കുഞ്ഞിന്റെ വൃക്ക മാറ്റിവെക്കുവാൻ വേണ്ടിയുള്ള സൽക്കാരം ഈ ഗ്രാമത്തിൽ നടുവട്ട സ്കൂളിൽ ഈ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ നടക്കുകയാണ്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഈ വാവ് ദിവസം ബലിയർപ്പിക്കുവാൻ അരയാവുളകര അമ്പലത്തിൽ വന്ന ഭക്തജനങ്ങളിൽ നിന്നും കുറേയധികം ഉണ്ണിയപ്പമൊക്കെ നൽകി ഞങ്ങൾ ദക്ഷിണ വാങ്ങി. ശനിയാഴ്ച ഹരിപ്പാടിന്റെ വിവിധ ഭാഗങ്ങളിൽ, ടൗണിൽ വിവിധ ഭാഗങ്ങളിൽ കരുതലുച്ചൂണ് കൂട്ടായ്മയെയും നടുവട്ടത്തിന്റെയും പ്രവർത്തകർ ചലഞ്ച് ബോക്സുമായി ഹരിപ്പാട്ട് കാണും. നമുക്കും മക്കളുള്ളവരാണ്. നമ്മുടെ മക്കളെ ഓർത്ത് 16 വയസ്സുള്ള ശ്രീ പാർവതിയെ സഹായിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ശനിയാഴ്ച ഹരിപ്പാട്ടും ഞായറാഴ്ച നടുവട്ട ഹൈസ്കൂളിൽ നടക്കുന്ന സൽക്കാരത്തിലേക്കും നിങ്ങളെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. പള്ളിപ്പാട് നടുവട്ടം കപ്പുകശ്ശേരിൽ തറയിൽ പ്രഭാകരന്റെ മകളായ 16 വയസ്സ് പ്രായമുള്ള പാർവതിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സൽക്കാരം സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയും നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓർമ്മക്കൂട്ടം 96-ഉം സംയുക്തമായാണ് രാവിലെ 10 മണി മുതൽ സൽക്കാര ചടങ്ങ് നടത്തുന്നത്. CDNet ന്യൂസ്, ഹരിപ്പാട്.